തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ജയിലിൽ ജീവനെടുക്കാൻ ശ്രമിച്ചു. ശുചിമുറിയിൽ തൂങ്ങി മരിച്ചതാണ് ഇയാൾ ശ്രമിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം നടന്നത്. അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. ഉണക്കാൻ ഇട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് ആത്മഹത്യാ ശ്രമം. കേസിൽ അറസ്റ്റായ ശേഷം പലപ്പോഴും പ്രതി ആത്മഹത്യാ ഭീഷണി ഉയർത്തിയിരുന്നു. കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു. ഇത് തിരിച്ചറിഞ്ഞുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ നിരീക്ഷണമോ അഫാന് ഉണ്ടായിരുന്നില്ല. ഇതാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമായി മാറിയത്. സെല്ലിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു പ്രതി ഫോൺ ചെയ്യാൻ പോയപ്പോഴായിരുന്നു ആത്മഹത്യാ ശ്രമം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അഫാനെ പ്രവേശിച്ചിരിക്കുന്നത്. നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പോലീസ് ആദ്യ കുറ്റപത്രം കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. പ്രതി അഫാന്റെ പിതൃമാതാവ് സൽമാ ബീവിയെ 91 വയസ്സ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അഫാന്റെ സഹോദരൻ പെൺസുഹൃത്ത് ഫർസാന, പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരാണ് കൊലപ്പെട്ട മറ്റുള്ളവർ. പാങ്ങോടുള്ള മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത് അഫാൻ കൊല പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. തുടർന്ന് മറ്റു 4 പേരെ കൂടി കൊലപ്പെടുത്തിയ ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത പോലീസ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ പാങ്ങോട് CI ജിനേഷ് കുറ്റപത്രം സമർപ്പിച്ചത്. അടുത്ത ദിവസമാണ് അഫാന്റെ ആത്മഹത്യാ ശ്രമം. അത്യാസന്ന നിലയിൽ അഫാൻ നിലവിൽ ചികിത്സയിലാണ് റിപ്പോർട്ട്.